ആരാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആവാൻ പോകുന്നത്, ഔട്ട് ആവാൻ പോകുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ നന്ദനയാണോ? ഷൂട്ടിംഗ് തുടങ്ങിയോ? എന്താണ് ഷൂട്ടിങ്ങിൻ്റെ അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ അറിഞ്ഞത് ഏറ്റവും കുറച്ച് വോട്ട് നന്ദനയ്ക്കെന്നാണ്. ഷൂട്ടിംഗ് തുടങ്ങി, വീക്കെൻഡിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി, നന്ദനയാണ് ഔട്ടാവാൻ പോകുന്നത്. അങ്ങനെ തന്നെയാണ് അറിഞ്ഞത് കേട്ടോ. ഇന്നലെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏതാണ്ട് നമ്മളൊരു പ്രഡിക്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നന്ദന തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, നന്ദന തന്നെയാണ് ഔട്ടാവാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, അൻസിബയാണ് എന്ന് ഞാൻ രാവിലെ പറഞ്ഞതുപോലെ നന്ദനയാണ് ഔട്ടാവാൻ പോകുന്നത് എന്നാണ് അറിഞ്ഞത്. അത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇപ്പോൾ കഴിഞ്ഞാലേ ഓരോ ഷൂട്ട് ഷെഡ്യൂളിലും എന്ത് നടന്നു എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം സാറ്റർഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് നടക്കുന്നതേ ഉള്ളൂ. ഏതാണ്ട് 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും സാറ്റർഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിയുന്നത്. അതിനുശേഷം ഒരു 2-2:15 ആകുമ്പോഴത്തേക്കും സൺഡേയിലെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യും. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം വരെ ഉണ്ടാവും. ഡബിൾ എവിക്ഷൻ്റെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പം നന്ദനയുടെ കാര്യം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നന്ദന ഔട്ടാവാൻ പോവുകയാണ്. ഷൂട്ടിംഗ് കഴിയട്ടെ, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് 100% എന്ന് പറയാം. നന്ദന ഔട്ടാവാൻ പോവുകയാണ്. നന്ദനയ്ക്കാണ് വോട്ട് കുറവ് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നന്ദന എവിക്റ്റ് ആവാൻ പോവുകയാണ്, കൺഫേംഡ് ആയിട്ട് അറിഞ്ഞതാണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.